യേശു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദ്യമായി ക്രിസ്തു എന്ന് പറയുന്ന ആ പദവിയിൽ എത്തിച്ചേർന്നത്. ക്രിസ്തു എന്ന പദവിയിൽ ഒത്തിരിയേറെ ദൈവീക ഭാവങ്ങളെ നമുക്ക് ദർശിക്കാനാവും. യേശു ക്രിസ്തു എന്ന പദവിയിൽ എത്തിച്ചേർന്നപ്പോൾ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിച്ചത്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന പൊസിഷനകത്ത് എത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ആ പദവിയിലുണ്ട്. ഏത് വ്യക്തിയാണോ ആ ക്രിസ്തു എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുന്നത്, അവിടെ ആ വ്യക്തിയിൽ എല്ലാ ദൈവികമായ അധികാരങ്ങളും അവകാശങ്ങളും പരിവേഷങ്ങളും ഉണ്ട് എന്ന് ചുരുക്കം. ബൈബിൾ തന്നെ പറയുന്നു, ഏതൊരു വ്യക്തിക്കും ആ ക്രിസ്തു എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അന്ന് യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിസ്തു എന്ന് പറയുന്ന പൊസിഷനിലെത്തി വിളങ്ങിയതുപോലെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു എന്ന പദവിയിൽ എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ക്രിസ്തു എന്ന പദവിയിൽ യേശു എത്തിയപ്പോൾ യേശുവിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ അതെല്ലാം ഇന്ന് ക്രിസ്തു എന്ന് പറയുന്ന ആ പദവിയിൽ ഞാൻ എത്തിയപ്പോൾ എനിക്കും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തികച്ചും ആധികാരികതയോടുകൂടെ എനിക്ക് പറയാൻ കഴിയും. യേശു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ക്രൂശുമരണം, ഉയർപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയെ ക്രിസ്തുവായിട്ട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കത്തുള്ളൂ. പക്ഷേ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചത് അന്നത്തെ ജനങ്ങളല്ല. ആദ്യമായി യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചത് യേശുവിനോടൊപ്പം നിന്ന തൻ്റെ ശിഷ്യനായ പത്രോസായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കുന്ന, എപ്പോഴും കൂടെ വസിക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരായ വ്യക്തികൾക്ക് മാത്രമേ യേശു ശരിക്കും ആരായി തീർന്നു എന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ ഇത് ശിഷ്യന് മാത്രം തിരിച്ചറിയാൻ പറ്റിയ ഒരു സത്യമാണ്. അപ്പോഴും ആ കാലഘട്ടത്തിൽ യേശുവിനെ കള്ളനെന്നും ദുരുപദേശകനെന്നും സാത്താനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനെന്നും ദുർഭൂതമുള്ളവനെന്നും ഇവൻ ദൈവദൂഷണം പറയുന്നവനാണെന്നൊക്കെയുള്ള ഒത്തിരിയേറെ അലിഗേഷൻസ് പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള അന്നത്തെ മതവക്താക്കളും മതവിശ്വാസികളും യേശുവിന് നേരെ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, അന്ന് ജനങ്ങൾ എന്നെ ഈ രീതിയിലൊക്കെ കളിയാക്കി, ദുർഭൂതമുണ്ടെന്ന് പറഞ്ഞു, അതുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, ദുരുപദേശങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കാൻ കാരണം അതാണ്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ അന്നും ഇന്നും യേശുവിൻ്റെ ക്രിസ്തു എന്ന ഭാവത്തെ തിരിച്ചറിയുവാൻ മതവക്താക്കൾക്കോ മത നേതാക്കന്മാർക്കോ മതവിശ്വാസികൾക്കോ കഴിഞ്ഞിട്ടില്ല. അവരിന്നും വിശ്വസിക്കുന്നത് യേശുവും ക്രിസ്തുവും ഒന്ന് തന്നെ എന്ന് തന്നെയാണ്. ഈ വേർതിരിവ് അവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി ഒന്നും പറയുന്നില്ല. ആർക്കും ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ പറ്റും. ക്രിസ്തുവിൻ്റെ ആ മെച്യൂരിറ്റി പ്രായത്തോളം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. സോ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബൈബിൾ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധികാരികതയോടുകൂടെ വളരെ ബോൾഡായിട്ട് ഞാനെന്ന് പറയുന്നത്, ഞാനെന്ന ക്രിസ്തു എന്ന് പറയുന്ന പദവിയിലായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ചുറ്റും ക്രിസ്തീയ മത വക്താക്കളുണ്ട്, ക്രിസ്തീയ മത പുരോഹിതന്മാരുണ്ട്, ക്രിസ്തീയ മതത്തെ പ്രഘോഷിക്കുന്ന പാസ്റ്റർമാരുണ്ട്, ക്രിസ്തീയ മതത്തെ സുവിശേഷ രൂപീകരണം അവതരിപ്പിക്കുന്ന ഒത്തിരിയേറെ പ്രാസംഗികർ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമുണ്ട്. അവരെല്ലാം ക്രിസ്തുവിനെ പ്രസംഗിച്ച് ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവായി എൻ്റെ ലൈഫിനെ മാറ്റി ഞാൻ ജീവിക്കുന്നു. സോ ഞാൻ ക്രിസ്തുവായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ പ്രസംഗിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അന്ന് യേശുവാണ് ക്രിസ്തുവായി വിളങ്ങിയതെങ്കിൽ ഇന്നത്തെ എല്ലാ മതവക്താക്കളും ഇന്നും പ്രസംഗിക്കുന്നത് അന്ന് ക്രിസ്തുവായിരുന്ന യേശുവിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ ഇന്ന് ഞാൻ ക്രിസ്തുവായി ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് മതവക്താക്കൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഞാനാണെന്ന് എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. എന്നെ സമീപിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ഒരു ഡിസൈപ്പിൾഷിപ്പിലൂടെ കടന്നു പോകാനായിട്ട് തയ്യാറായി വരുന്ന ഒരു വ്യക്തിയെ അതേ ക്രിസ്തു എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും. സോ ഞാനിത് പറയുമ്പോൾ ഒത്തിരിയേറെ വിമർശനങ്ങളോ ഒത്തിരിയേറെ എതിർപ്പുകളോ ഉണ്ടാകുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം.
പക്ഷേ ഞാൻ ഈ പറയുന്നത് 100% ബിബ്ലിക്കലാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. സോ എനിക്ക് പ്രിയപ്പെട്ട മതവക്താക്കളോടും പാസ്റ്റർമാരോടും സോ കോൾഡ് ന്യൂ ജൻ ചർച്ചിലെ അപ്പോസ്റ്റൽമാരോടൊക്കെ പറയാനുള്ളത്, സ്റ്റോപ്പ് പ്രീച്ചിങ് ജീസസ്, സ്റ്റാർട്ട് ലിവിങ് ആസ് ക്രൈസ്റ്റ്.